സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് മേഘമലയിൽ നിന്ന് നേരെ കൊടൈക്കനാലിൽ പോവാണ്. ഞാൻ മുമ്പേ പ്ലാനിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയതുകൊണ്ടാണ് നമ്മൾ മേഘമലയ്ക്ക് വന്നത്. കാരണം ഈ റൂട്ടൊന്നും ഇനി എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ മേഘമല വളരെ ഫേമസ് ആണല്ലോ, ഇപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ വളരെ കാമൻ കോയറ്റാണ്, ഒന്നുമില്ല, പ്ലാസ്റ്റിക്കും എല്ലാം. കാരണം ടൂറിസ്റ്റുകൾ വളരെ കുറഞ്ഞ സ്ഥലമാണ്. കാരണം ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ ഹോട്ടലുകളുണ്ട്. അതൊന്നും വലിയ അത്ര മെച്ചപ്പെട്ട ഹോട്ടലുകളൊന്നുമല്ല. അതുകൊണ്ട് ഫുഡൊക്കെ ബേസിക്കായിട്ടുള്ളത് കിട്ടും. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാരൊന്നും അവിടെ നിന്നില്ല. അപ്പോൾ ഏതായാലും നല്ല മനോഹരമായ സ്ഥലം. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലെ യാത്രയാണ്. അപ്പം വെൽക്കം ടു കൊടൈക്കനാൽ. കൊടൈക്കനാലുള്ള യാത്രയിലാണ്. അപ്പോൾ ഒന്നാന്തര ഊണ്, ഇലയൂണ്. അതായത് നമ്മുടെ അവിടെ നാട്ടിലൊന്നും അത്ര ഇലയൂണ് കിട്ടുകയല്ലോ അല്ലേ? വൈറ്റ് റൈസ് ആണ്, അതൊരു പ്രത്യേകത കേട്ടോ. വൈറ്റ് റൈസ് ആണ്, വലിയ പപ്പടം, കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. വെജിറ്റേറിയൻ ഊണല്ല, വേറെ ഞങ്ങൾ എക്സ്ട്രാ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞ ഉടനെ കൊടൈക്കനാൽ ഏകദേശം 6 മണിയാകുമ്പോൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇതാണ് ഇവിടുത്തെ ഊണ്. അനുവ് മാത്രം ബിരിയാണി. അങ്ങോട്ട് ഇട്ട് കൊടുത്തേ ചേച്ചി. ആണോ, അനുവ് മാത്രം ബിരിയാണി കേട്ടോ, അടിപൊളി. ഇല്ലില്ല, കുഴപ്പമില്ല, ഓൾ ഗുഡ്. സൂപ്പർ. അതാ സൂപ്പർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഇവരെ, അല്ലേ? ജെറി, മഹേന്ദ്ര, കാർത്തിക്, ശ്രീദേവ്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഇവിടെ വരുന്ന ഫുഡ് കഴിച്ചു, ഒന്നാന്തര ഫുഡ് അല്ലേ? എങ്ങനെയാണ് ഫുഡ്? സൂപ്പർ സൂപ്പർ. അത് ഫുഡ് മാത്രമല്ല, ഇവർ സർവീസ് ചെയ്യുന്ന വിത്ത് ലവ്. പുള്ളിക്കാരി നമുക്ക് അല്ലേ ഫുഡ് വളരെ ബിരിയാണി, ഒരാൾ ഒരു ബിരിയാണി കഴിച്ചു, 3 പേര് ഊണായിരുന്നു. പക്ഷേ സ്കിൽ ഈസ് വെരി ഗുഡ്. ഷീ ഗോട്ട് എ സ്കിൽ. വെരി ഗുഡ്. എനിവേ, നൈസ് ടു മീറ്റ് യു ഓൾ. വെരി ഗുഡ്, താങ്ക് യു. മാസ്റ്റർ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. அங்கே இவங்க ஒரு பாட்டு பாடு மனம் இங்கோட. താങ്ക് യു. നൈസ് ഫുഡ്. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, മനോജ് പാട്ട് പാടി, അവർക്ക് സന്തോഷം. കാരണം നമ്മുടെ 3-4 സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നമ്മളെ കുട്ടിയും തമിഴ്നാട്ടിൽ വന്ന് പ്രതീക്ഷിച്ചില്ല ഇതൊന്നും. അവിടുത്തെ ഉടമസ്ഥനെയൊക്കെ ഉണ്ട്, എന്തൊരു എളിമയാണ് അല്ലേ, ഭയങ്കര നല്ല മനുഷ്യനാണ് പുള്ളി. വന്ന് ഞങ്ങൾ പാട്ട് പാടി, അവിടെ എല്ലാം വെച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുവഴി വരുന്നവർ ഈ റെസ്റ്റോറൻറ്റിൽ കയറിക്കാൻ നല്ല ഫുഡാണ്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടല്ലോ കേട്ടോ, അവരാ തന്ന അല്ലേ ഭയങ്കര ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹത്തോടെ നിന്നല്ല, നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് അവർ സബ്സ്ക്രൈബർ ആണെന്ന് നമ്മൾ പറഞ്ഞു, അവർ വന്ന് പറഞ്ഞത്. അല്ലാതെ ആദ്യമേ പറഞ്ഞത് കൊണ്ട് നമ്മൾ പറയുന്നതല്ല. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ ഇനി നേരെ കൊടൈക്കനാൽ. അനി സാറേ, നമ്മളിപ്പോൾ വന്ന് എത്തിയിരിക്കുന്ന എവിടെ അറിയോ? കൊടൈക്കനാലിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വളവ് തിരിഞ്ഞ് മുകളിലോട്ട് കയറിയതേ താഴോട്ട് നോക്കി വൈഗ ഡാം. സുന്ദരിയായിട്ട് അവൾ ഉറങ്ങാൻ പോവാണ്. മുകളിൽ നിന്ന് സൂര്യൻ താഴോട്ട് വന്ന് കണ്ടില്ലേ, ആ മലയിൽ നിന്ന് മറിഞ്ഞു കഴിയുമ്പം വൈഗ ഡാം ശാന്തസുന്ദരിയായിട്ട് ഉറങ്ങും. അതിനു മുമ്പേ നമ്മൾ കൊടൈക്കനാൽ പിടിക്കാനാണ്. എത്ര ഹെയർ പിൻ ബെൻഡെന്ന് അറിയാമോ? 36. ഉറപ്പാണോ? 1-2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ അടിപൊളി ഭക്ഷണമായിരുന്നു അല്ലേ? ആണു. അതെ, ഇപ്പം വൈഗ ഡാം കണ്ടു. ഇനിയിപ്പം നേരെ കൊടൈക്കനാൽ. നമ്മൾ റൂം ഇതിലായിട്ടും ബുക്ക് ചെയ്തിട്ടില്ല. അതൊരു ഹണ്ടിങ് ആണ് അല്ലേ, റൂം ഹണ്ടിങ് ആണ്. നോക്കാം, നല്ല റൂം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. കിട്ടുവാണോ മനോജേ? നീ തന്നെ അവിടുത്തെ മാറി ആലോചിച്ചു നിന്നേ. ഞാൻ ആലോചിക്കായിരുന്നു, കിട്ടിയില്ലെങ്കിൽ കാറിനകത്ത് കിടക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ വൈഗ ഡാം അടിപൊളിയല്ലേ? ഇത് അടിപൊളി, സൂപ്പർ. അപ്പോൾ നേരെ കൊടൈക്കനാൽ. ഇതാണല്ലോ അത് നമ്മുടെ പഴയ കാലത്തെ നട്ട്സ്. അമ്പലപ്പുറമ്പൊക്കെ പരിപാടി കാണാൻ പോയി കഴിയുമ്പോൾ ഇത് മേടിച്ച് പൊട്ടിച്ച് കഴിയൂലേ. അത് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. കൊടൈക്കനാൽ ഇവിടെ എത്ര കിലോമീറ്റർ കേട്ടോ? കൊടുക്കണേ 28 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് റൂമൊക്കെ ഉണ്ട് അപ്പണം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇവിടെ ചേച്ചി ഒരു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കോഫി വേണ്ടി ചായ ഉണ്ട്, വെള്ളം പറയാതെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചിട്ട് വേണം പോകാൻ. സൂപ്പർ. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളിത് കണ്ടു, പാഷൻ ഫ്രൂട്ട്. നമ്മൾ നിർത്തി മേടിക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ അവർ അങ്ങനെ കൊടുക്കുന്നതല്ല. അവർക്ക് 3-4 നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല മനുഷ്യരാണ്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഭയങ്കര മധുരമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ടൈപ്പ് അല്ല. ഓസ്ട്രേലിയയിൽ ഞാൻ വെച്ചിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട്, പക്ഷെ അതിനും കയ്പ്പാണ്. ഇതിന് സൂപ്പർ സാധനമാണ്. മധുരമില്ലാതെ തന്നെ അതിന് ഇരട്ടി മധുരമാണ് അല്ലേ? ഫുള്ള് വൈറ്റാ, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഞാൻ പുളിപ്പില്ല, ഒട്ടും പുളിപ്പില്ല കേട്ടോ. சூப்பர் சார், நல்ல மதுரை. நம்ம அவங்க இது இந்த மாதிரி கிடைக்காது, அந்த ஒரு புளிப்பு இருக்கு.
നമ്മൾ കയറി വന്നപ്പോൾ തണുക്കുന്നുണ്ട്, അല്ലാതെ പറഞ്ഞേ തണുക്കുന്നുണ്ട്. കോടയൊന്നുമില്ല, എങ്കിലും തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ സിൽവർ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട്, സിൽവർ വാട്ടർഫോൾസ് എന്നാണ് അതിൻ്റെ പേര്. നല്ല മനോഹരമായ ഒരു വാട്ടർഫോൾസ്. ഇപ്പോഴും ഡ്രൈ ആയിട്ടും വെള്ളം വരുന്നുണ്ട് അല്ലേ? അതൊരു അതിശയം തന്നെയാണ്. കാരണം ഞാനോർത്ത് ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കാമായിരുന്നു, പക്ഷേ നല്ല വെള്ളം വരുന്നുണ്ട്. 6:40 ഇപ്പോൾ സമയം, 6:40 എങ്കിലും നല്ല അല്ലേ, കാണാം നമുക്ക് സുഖമായിട്ട്. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കച്ചവടം വഴിയാത്രക്കാരെല്ലാം അവിടെ ഉണ്ട് അല്ലേ. ഇങ്ങനെ കച്ചവട സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ. ഇഷ്ടം പോലെ ഇങ്ങനെ ഈ വഴിയുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ പ്രദേശങ്ങളിൽ. പ്രത്യേകിച്ച് ഈ വാട്ടർഫോൾസ് ഒക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യും. ഇതുണ്ട്, ഇത് ബജി അല്ലേ, ബജി. പിന്നെ ഇത് പൊട്ടറ്റോയുടെ ഒരു സാധനമാണ്. ഇതിങ്ങനെ പൊട്ടറ്റോ വെഡ്ജസ്, പിന്നെ കോളിഫ്ലവർ അല്ല എന്നെ കോണോ, ഇതൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. വരാം സൂപ്പർ സാധനമാണ്. കച്ചവടമാണ് മെയിനായിട്ടും. അപ്പോൾ അതേ നമ്മൾ 3-4 ഹോട്ടൽസ് പോയി കണ്ടല്ലേ. അവസാനം നല്ലൊരു പ്രോപ്പർട്ടി ഒത്തിയിട്ട് ഇതിൻ്റെ പേരെ പോപ്പീസ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 റൂം എടുത്തു. അപ്പോൾ അടിപൊളി ഹെർബൽ ട്രീ അവർ കൊണ്ട് തന്നു അല്ലേ, ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. നല്ല സാധനമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല, അതിന് അങ്ങനെ. അപ്പോൾ ഏതായാലും നമുക്കിനി റൂമിലോട്ട് പോയാലോ. നല്ല കുടിച്ചില്ലായിരുന്നു. പിന്നെ അടിപൊളി നല്ലായിരുന്നു, നമുക്ക് ആ തണുപ്പിനെ ഹണിയൊക്കെ ഇട്ടുണ്ടാക്കുക, നല്ല സാധനം കേട്ടോ. നമുക്കൊന്ന് അടുത്ത റൂമിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ വന്ന് 2 റൂം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും മനോജിൻ്റെ പാട്ടൊക്കെ ഇനിയും കേൾക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇന്നും നാളെയോ അല്ലേ, 2 ദിവസം TV ഒക്കെ ഉണ്ട്, കോംപ്ലിമെൻ്ററി വാട്ടർ ഉണ്ട്, പിന്നെ കുറച്ച് മിനി ബാറുണ്ട്. അതിനൊക്കെ പൈസ കൊടുക്കണം. പക്ഷേ നമ്മൾ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വ്യൂസ് എന്നൊക്കെ പറയുന്നത്, നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം അല്ലേ. കുഴപ്പമില്ല സാറേ. രാവിലെ ഇന്നലത്തെ കിടപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലേ. നല്ല ക്ഷീണമുണ്ട്. 2 പേര് ഇതുമായിട്ട് എഴുന്നേറ്റിട്ടില്ല. രാവിലെ ധൃതി പിടിച്ചങ്ങോട്ടേ രാവിലെ പോകുന്നത്. കഴിച്ചിട്ട് ഇവിടുന്ന് കവർ ചെയ്യണം കുറച്ച് ലൊക്കേഷൻ. പൂണ്ടി, മറ്റേ മണ്ണവന്നൂരിലേക്ക് അവിടെയൊക്കെ പോകണം. ഉച്ചയ്ക്ക് ശേഷം പോകണം. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അത് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, മെൽറ്റിംഗ് പോട്ട്. അടിപൊളി. നമുക്ക് അതിനകത്തോട്ട് കയറി നോക്കാം അല്ലേ. ഇവിടെ വടയുണ്ട്, മസാല ഉത്തപ്പം ഉണ്ട്, പിന്നെ പീപ്പോ, ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. പീപ്പോ എന്ന് പറഞ്ഞ സാധനത്തെ അതുണ്ട്. പിന്നെ വെജിറ്റബിൾ ഉപ്മാവുണ്ട്, സാമ്പാർ, ചട്നി, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. എനിവേ എന്നതാ എടുത്തേക്കുന്നത്? വട ഒരു വികാരം അല്ലേ. മിടുവട. ഇതിന് പറഞ്ഞ മിടുവടയോ? നമുക്കറിയാൻ പറ്റുന്ന കുറേ ഭക്ഷണങ്ങളുണ്ട് അവിടെ, എന്തൊക്കെയുണ്ട്. പിന്നെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് ഞാൻ. 2 ഇഡ്ഡലി, ഇച്ചിരി ചട്നിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഒരു ബോൾഡ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. എനിക്ക് ഫുള്ളാന്ന് തോന്നുന്നു അല്ലേ. സീസണിലെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ ഇച്ചിരി നല്ലതായതുകൊണ്ട് ഫുള്ളാണ്. കഴിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട് വിടാം അല്ലേ. അവർ എഴുന്നേറ്റ് വരുമായിരിക്കും ഇപ്പം. പൊക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കൊടൈക്കനാലിലെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അല്ലേ, ചുറ്റിക്കറങ്ങി അതിൻ്റെ ബ്യൂട്ടിക്ക് നുകരാമെന്നുള്ള ഒരു കാര്യത്തിലാണ്. എന്തെങ്കിലും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വലിയ തിരക്കില്ല. ഏതായാലും നമുക്ക് ലേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നമ്മുടെ ലോക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം അല്ലേ. ഉറപ്പാടും വരാം. അപ്പം നേരെ കൊടൈക്കനാലിൻ്റെ ഉൾനാടുകളിലൂടെ ഉൾപ്രദേശങ്ങളിലൂടെ ഒരു ചെറിയൊരു ചുറ്റിക്കറക്കം. അതെ, ഞങ്ങള് അപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ സൂയിസൈഡ് പോയിന്റ് അല്ലേ. കൊടൈക്കനാൽ വരുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു പരമാവധി സ്ഥലമാണ് ഈ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ സൂയിസൈഡ് പോയിന്റിന്റെ നമ്മൾ മഞ്ഞ് വന്ന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം മഞ്ഞില്ല, അതുകൊണ്ട് അടിയൊക്കെ കാണാൻ പറ്റും തോന്നുന്നു. വെയിലുള്ള സമയമായതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റും. മുഴുവൻ കച്ചവടമാണ്. നമുക്ക് നോക്കാം, അകത്തോട്ട് പോയിട്ട് നോക്കാം. ഇവിടെയൊക്കെ ഒത്തിരി മാറിപ്പോയി കേട്ടോ. പാർക്കിങ്ങിനൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവൻ നമ്മൾ വീക്ക് ഡേ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര തിരക്കാണ്. ഏതായാലും അകത്തോട്ട് പോകാം. കാണാൻ എന്നാ രസമോ അല്ലേ. ഇത് ഭയങ്കര രസം. നമ്മളെ ഭയങ്കര കളർഫുൾ. അതാണ് എൻ്റെ ഒരു നമ്മളെ മേടിക്കാൻ തോന്നിക്കും. ഏതാ ബേക്കറി. ഇതിൻ്റെ 2 സൈഡ് ഇഷ്ടം പോലെ കച്ചവടങ്ങളാണ് ഇപ്പം അല്ലേ. ഇഷ്ടംപോലെ കച്ചവടങ്ങളാണ്. ചോക്ലേറ്റ് പോട്ട് എത്രക്കാണ് മേടിക്കുക. തണുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വന്നപ്പം, പക്ഷെ ഇപ്പം വലിയ തണുപ്പില്ല. അതുകൊണ്ട് വേണ്ടില്ല. ഇപ്പം ഈ ആഗ്രഹം വൈകുന്നേരം തോന്നത്തുള്ളൂ. അതെ, വൈകുന്നേരം നല്ല തണുപ്പാ. തിരക്കോ അല്ലേ. ഇതിന് ഇടയിൽ കൂടി നടക്കാൻ ഭയങ്കര തിരക്ക. എന്റെ പോലെ ഇത് തിരക്ക. ഇതിനിടെ ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, നേരത്തെ ഇതിങ്ങനെ ഓപ്പൺ ആയിരുന്നേ പണ്ട്. ഇപ്പം ഓപ്പൺ അല്ല. ആരെങ്കിലുമൊക്കെ ചാടുമെന്ന് മേടിച്ചു ഇങ്ങനെ വെച്ചേക്കുക. ഇപ്പോഴും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും.
കുറെ ഇതല്ലേ ആ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അല്ല സാർ ഇതിന്റെ പ്രശ്നം എന്നറിയോ, പണ്ട് കാലത്ത് ഇതിൽ ഓപ്പൺ ആയിരുന്നു. ഞാൻ പറഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പാ. ഇപ്പം ഇതൊക്കെ അടച്ചു വെച്ചേക്കാണ്. കാരണം ഇവിടെ ആൾക്കാർ താഴോട്ട് ചാടി സൂയിസൈഡ്, ഇതിന്റെ പേര് തന്നെ ആണല്ലോ സൂയിസൈഡ് പോയിന്റ്. ഇപ്പൊ വലിയ മഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് അടിയൊക്കെ ഏകദേശം കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു സാധനം പരീക്ഷിച്ചു, കാട്ടുള്ളിത്തൈലം. ആദ്യമായിട്ട് നമ്മൾ കണ്ട സാധനം. ഒരു ശകലം എടുത്തിട്ട് മൂക്കിലോട്ട് വെച്ച് എന്റെ പൊന്നെ നെറുകന്തല കരിഞ്ഞു പോയി. കണ്ണി കൂടെ വെള്ളം കുടുകൂടാ വരികയായിരുന്നു. ആ സാധനം മേടിക്കണം, കാരണം അത് മൈഗ്രെയിൻ തലവേനൊക്കെ ഉള്ള അത് താഴോട്ട് എന്നിട്ട് മേടിക്കണം. പുള്ളി 100 രൂപ പറഞ്ഞു. അപ്പൊ അപ്പുറത്തുണ്ട്, നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം. ഇതൊക്കെ രസമല്ലേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നമ്മുടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നത് കണ്ടോ, കണ്ണിക്കൂടെ വെള്ളം വരുന്നത് ആ സാധനമാണ് ഗാർലിക് ഓയിൽ. ഇത് ഗാർലിക് കാട്ടുള്ളിത്തായാലും അതെ ഗാർലിക് ഓയിൽ സംഭവം. അതായത് നമ്മുടെ ഈ മൂക്കടഞ്ഞൊക്കെ ഇരിക്കാൻ ഒരു ശകലം വെച്ചാൽ ഉറപ്പായിട്ട് തുറക്കുമെന്ന്. കാരണം എന്റെ നെറുകന്തല കരിഞ്ഞു. നിന്റെ അറിയോ സംഭവം എന്താ വെച്ചാല് ഞങ്ങള് നമ്മുടെ എന്നാ തിരക്കാവും അവിടെ എന്നറിയോ, ഭയങ്കര തിരക്കാ അവിടെ. സൂയിസൈഡ് പോയിന്റ് അല്ലേ, ചൊവ്വാഴ്ച ഇവിടെ നമുക്ക് സൂചി നമ്മളെ പറയില്ല, സൂചി കുത്താൻ ഇടയില്ല, അതുകൊണ്ടൊക്കെ തിരക്കാം. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ വെച്ചുകൊണ്ട് നമ്മളെ ഗുണാക്കേവ് ഒക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ കണ്ട സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് പോയില്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പില്ലാതെ എന്ത് കഞ്ഞി എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നും പോയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ ഏതായാലും ഇതുകൂടെയൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പൊ നേരെ എനിക്കൊന്ന് പില്ലർ റോക്ക് ആണെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് ഗുണാക്കേവ്. അപ്പൊ പില്ലർ റോക്ക്, അപ്പൊ ഞങ്ങൾ പില്ലർ റോക്കിലെത്തേക്കാണ്. എന്തുമാത്രം ജനങ്ങളാണ് നോക്കിയേ, അത് കാണാൻ ഭയങ്കര രസമുണ്ട് അല്ലേ. ഇവിടെ നേരത്തെ എങ്ങനെ അറിയാം, ഇപ്പൊ ഒരു സീസൺ ഫോഗി അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല മൂടൽമഞ്ഞ് വന്ന മൂട്, അപ്പൊ പെട്ടെന്ന് അങ്ങ് മൂടിപ്പോ. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാവരും കാണാൻ പറ്റുന്നില്ല, പില്ലർ കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പ്യൂറായിട്ട് നമുക്ക് പില്ലർ കാണാം. വാ ഒന്ന് കണ്ടു നോക്കാം. ഇതാണല്ലേ ഭയങ്കര കളർഫുള്ളാണ് ഈ സാധനം കാണാൻ അല്ലേ. കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ് ഇതെല്ലാം മിക്സ് ചെയ്ത്, ഇത് റെഡ് ക്യാരറ്റ് ക്യാബേജ്, ഇത് മിന്റ്, ഭയങ്കര രസം. അത് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇത് ചാട്ട്, അതിന് പേര് ഇതിന് എന്നാ എണ്ണ ഇത് ചാട് ഭയങ്കര രസം, കളർഫുൾ. പിന്നെ ഗോലി സോഡ ഉണ്ട്, നമ്മുടെ പഴയ ഗോലി സോഡ, അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം വാങ്ങിച്ചത് അടിപൊളി ചാട് കണ്ടോ. അപ്പോൾ നമ്മളെ ഗുണാക്കേവിൻ്റെ അവിടെ വന്നേക്കാണ്. നേരത്തെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, എങ്കിലും ഒന്ന് അകത്ത് പോവാം. ഈ പറഞ്ഞ കണക്ക് ഭയങ്കര തിരക്കാണ്. ഏതായാലും നമുക്ക് അകത്തോട്ട് പോവാം, ഇച്ചിരി വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. വരൂ, ലെറ്റ്സ് ഗോ. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ നിൽക്കുന്നത്, അതാണ് ആ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അതാ ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ. പിന്നെ കേവിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മൂടിയേക്കാണ്. ഏതായാലും നമുക്ക് ഇച്ചിരി മുകളിലോട്ട് പോയി നോക്കാം. മഞ്ഞുണ്ടൊക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഗുണാക്കേവിൻ്റെ അവിടെ വന്നു. ഇതൊക്കെ ഒന്നും വലിയതായിട്ടൊന്നും കാണാനില്ല, പക്ഷേ ഭയങ്കര അട്രാക്ഷനാണ്. ആൾക്കാർ വന്നു പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അതുപോലെ നമ്മൾ വന്നു ഫോട്ടോ എടുത്ത് പോകുന്നു. നമ്മളെ അന്ന് രാവിലെ എവിടെ നിന്ന് അടിച്ച് നമ്മൾ വണ്ടി ട്രിപ്പ് തുടങ്ങി എവിടെ നിന്ന് അടിച്ചേ? കോട്ടയത്ത് നിന്ന് അടിച്ചു. ഫുൾ ടാങ്ക് അടിച്ചു. ഇപ്പത്തെ കൊടൈക്കനാൽ ഇപ്പൊ ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ ഓടി കാണും? ഒരു 250 300 കിലോമീറ്റർ മേളിൽ പോയിട്ടുണ്ട്. ഇനി വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വേറെ ഇച്ചിരി ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പെട്രോൾ പമ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും അടിക്കുകയാണ്. ഇപ്പം ഫുൾ ടാങ്ക് അടിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് വണ്ടി ഒരുപാട് വലിക്കുന്നുണ്ട്, മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇന്നോവ ക്രിസ്റ്റയാ വണ്ടി, അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഞങ്ങൾ ഗുണാക്കേവ് കണ്ടിട്ട് നമ്മൾ അതുവഴിയൊക്കെ വന്ന് പെട്രോളൊക്കെ അടിച്ചത് വന്നിരിക്കുന്ന ജെൽത്തോപ്പിലെ ഒരു ഇവിടെ വന്ന് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു. നല്ല ഫുഡാണ് ഇവിടെ. ചോറ്, മീൽസ് കഴിക്കാൻ. പിന്നെ ഫിഷ് ഫ്രൈ പറഞ്ഞിട്ട് ഇപ്പം വരും. അപ്പോൾ നമ്മുടെ എവിടെ നിന്നുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ട ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.